പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാമിക ചരിത്രത്തിൽ എന്നും തിളങ്ങി നിൽക്കുന്ന ഒരു ഏടാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത്. അതൊരു ആക്രമണ യുദ്ധമായിരുന്നു? അല്ല, ഒരിക്കലുമല്ല. അതൊരു അവകാശ സംരക്ഷണത്തിനുള്ള യുദ്ധമായിരുന്നു. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ എന്ന ആശയം നെഞ്ചിലേറ്റിക്കൊണ്ട് സ്വന്തം നാടും സ്വന്തം വീടും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ച് ഹിജറ പോകേണ്ടി വരുന്ന ഒരു സമൂഹം. അവർ ഒരിക്കലും യുദ്ധത്തിനൊരുങ്ങിയിരുന്നില്ല. അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കണമെന്ന ഉദ്ദേശമായിരുന്നു മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ സിറിയയിൽ നിന്നും ഒരു കച്ചവട സംഘം പുറപ്പെടുകയും അവരുടെ സമ്പത്തിൻ്റെ കൂടെ മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ട സമ്പത്തും ഉണ്ടായിരുന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും അറിഞ്ഞു. അതെങ്ങനെയെങ്കിലും പിടിച്ചെടുക്കണമെന്ന ഉദ്ദേശം അവരിൽ ഉണ്ടായിരുന്ന വിവരം അബൂ സുഫിയാൻ അറിയുകയും മക്കയിലെ ഖുറൈശികളെ വിവരം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഖുറൈശികളിൽ നിന്നും 1000 പേർ അടങ്ങുന്ന ഒരു സൈന്യം പുറപ്പെടുകയും ചെയ്തു. എന്നാൽ മുസ്ലിങ്ങൾക്കിടയിൽ 313 സൈനികരും 2 കുതിരകളുമാണ് ഉണ്ടായിരുന്നത്. ഇതറിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നു രാത്രി തന്നെ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, യാ അല്ലാഹ്, ഈ കൊച്ചു സംഘം പരാജയപ്പെടുകയാണെങ്കിൽ ഇനി നിന്നെ ആരാധിക്കാൻ ഭൂമിയിൽ ഒരാളും തന്നെ ഉണ്ടാവുകയില്ല എന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയുണ്ടായിരുന്നു. സഹാബാക്കൾ നോക്കി നിന്നു. ഇതൊരിക്കലും ഭീരുത്വത്തിൻ്റെ കണ്ണുനീരായിരുന്നില്ല, തവക്കുലിൻ്റെ കണ്ണുനീരായിരുന്നു. അങ്ങനെ ഹിജറ 2-ാം വർഷം റമളാൻ 17-ന് ബദർ യുദ്ധം നടക്കുകയും അതിൽ ഖുറൈശി നേതാക്കൾ കൊല്ലപ്പെടുകയും ചെയ്തു. മുസ്ലിം സൈന്യം വിജയിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് പാഠമാണ് നമുക്ക് ബദർ യുദ്ധം നൽകുന്നത്? ഏതൊരു വിജയത്തിനും പിന്നിൽ ഈമാനും വിശ്വാസവുമാണ്. എണ്ണസംഖ്യയോ ആയുധബലമോ അല്ല, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്, തവക്കുലാണ്. അള്ളാഹു രക്ഷപ്പെടുത്തും എന്നുള്ള ഉറച്ച വിശ്വാസമാണ്. ഈ ബദർ യുദ്ധത്തിൻ്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ മുസ്ലിമുകളും ജീവിക്കുന്നതിന് പകരം ഇന്ന് സമൂഹത്തിൽ കാണുന്നത് ഈ ബദർ യുദ്ധത്തിൽ പ്രവർത്തിച്ച സഹാബികളോട് പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി നേർച്ചകൾ നിയ്യത്താക്കുകയും ചെയ്യുന്ന സമൂഹത്തെയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ശിർക്കൻ ആചാരങ്ങളിലേക്ക് കടക്കാതെ ബദർ യുദ്ധത്തിൻ്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിനെ എങ്ങനെയാണോ അന്നത്തെ സഹാബാക്കൾ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിച്ചത് അതുപോലെ ചെയ്യാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. വ ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.